എൻ്റെ ക്ലാസ്സിലെ ഫോണാണ് വന്നിരിക്കുന്നത്. എൻ്റെ ക്ലാസ്സാണിത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോറി ഫോർ ദാറ്റ്. മനുഷ്യനല്ലേ, പറഞ്ഞതൊന്നും നടക്കില്ല. ഞാനും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഡെയിലി വീഡിയോ ഇടണം, വീക്ക്ലി വീഡിയോ ഇടണം, ഒരു ടൈം ടേബിൾ പോലെ ഫോളോ ചെയ്യണം, എന്തൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും നടന്നില്ല. എൻ്റെ പ്രാക്ടിക്കൽ എക്സാം ഉള്ള കാരണം അതിലേ ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്തു. അപ്പോൾ വീഡിയോ എടുക്കാനും വ്ളോഗ് എടുക്കാനും പറ്റിയില്ല. ഇത് ഒരു സ്പെഷ്യൽ വ്ളോഗായിരുന്നു ഗൈസ്. നാളെ കണ്ട് എൻ്റെ സ്കൂളിലെ ലാസ്റ്റ് ഡേ ആണ്. സെൻഡ് ഓഫ് ലാസ്റ്റ് ഡേ അല്ല, എക്സാമാണ് ലാസ്റ്റ് ഡേ. ആ ഫെയർവെൽ എന്നും പറയും സെൻഡ് ഓഫിന്. സോ ഐ ആം വെരി എക്സൈറ്റഡ്. 14-15 കൊല്ലം നാളെ അങ്ങനെ കഴിയുമ്പോൾ കൂളല്ലേ അത്ര പറയാനുള്ളൂ ഗൈസ്. പിന്നെ വേണ്ടി ഇന്നൊരു വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം നടന്നു. എന്നെ പോലീസ് പിടിച്ചു. ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂട്ടിയിട്ട് ഡ്രസ് കോഡ് എടുക്കണ്ടായിരുന്നു. സോ ഞാൻ വണ്ടിയിൽ എൻ്റെ സ്കൂളിൻ്റെ ഭാഗം വരെ പോയി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. സോ അവിടെ ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു. ഫ്രണ്ട് വന്നു, ഡ്രസ്സ് കിട്ടി. പിന്നെ 5 മിനിറ്റ് ഒരു 10 മിനിറ്റ് വൈകി തോന്നുന്നു. പെട്ടെന്ന് പോലീസ് വന്നു. പോലീസ് വന്നിട്ട് പെട്ടെന്ന് എന്തൊക്കെയോ എന്നോട് ചോദിച്ചു, ഇതാരുടെ വണ്ടിയാണ്, എനിക്ക് ലൈസൻസ് ആയാൽ എനിക്ക് വരച്ചു. ഞാൻ ഫസ്റ്റ് ടൈം അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായത്. എനിക്ക് ഇതുവരെ ലൈസൻസ് കിട്ടിയില്ല. പറഞ്ഞ പോലെ 18 ലൈസൻസ് കിട്ടിയില്ല. സോ ഞാൻ പെട്ടെന്ന് വരച്ചു. പെട്ടെന്ന് അവർ എൻ്റെയും എൻ്റെ എൻ്റെ ഒരു ഫ്രണ്ടിനും വണ്ടി ചാവി എടുത്തിട്ട് പോയി. ഞാൻ പെട്ടെന്ന് വരച്ചില്ല. പിന്നെ പാരൻസൊക്കെ പോയിട്ടാണ് കിട്ടിയത് വണ്ടി. സോ ഇപ്പം നിങ്ങളും 18 വയസ്സിൻ്റെ അണ്ടറിലാണെങ്കിലും എന്താ പറയുക, ലൈസൻസ് ഒന്നും ഇല്ലെങ്കിലും ദയവ് ചെയ്ത് പോകണ്ട. വളരെ വലിയ സേഫും അല്ല. അവർ പറയുന്നതും ശരിയാണ്, ബട്ട് അത് സേഫല്ല. മേ ബി ഞാൻ ഓട്ടിച്ചില്ല, വണ്ടി അവിടെ വെറുതെ വെച്ചെന്നുള്ളൂ. പെട്ടെന്ന് വന്ന് ഇതാരുടെ വണ്ടിയാണ്, ലൈസൻസ് എവിടെ, ബുക്കും പേപ്പർ എടുക്കും, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താണ് മനസ്സിലായില്ല. ഇതാ പെട്ടെന്ന് ബേജാറായി. ഞാൻ ജേണൽ ചെയ്തിട്ടുണ്ട്, മറക്കില്ല ഒരിക്കലും. പിന്നെ ഗൈസ് ഞാൻ ഇങ്ങനെയല്ല പോവാം. ഗൈസ് എങ്ങനെയുണ്ട് ഫൈനൽ ഔട്ട്ലുക്ക്? ഞാൻ ക്ലീൻ ഷേവ് ചെയ്തു, ഒരു ഫ്രഷ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയായിരിക്കും ഇനി ഞാൻ സ്കൂളിൽ വരാം. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? കുറച്ച് ജോലിനൊക്കെ എഫിഷ്യൻ്റായി കാണുന്നുണ്ട്. നിങ്ങളുടെ കമൻറ്റ് ചെയ്യൂ, എനിക്ക് ക്ലീൻ ഷേവ് ആണോ എന്നുള്ളത്, അതാ കുറച്ച് താടി വെക്കുന്നതാണോ നല്ലതെന്ന്. രാവിലെ കാണാം. ബൈ. ഹലോ ഗൈസ്, രാവിലെയായി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, ഡ്രസ് കോഡ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇതേപോലെ ആയിരിക്കും. ഫാൻ്റ് ഉണ്ട്, ഒരു ഗ്രീനിഷ് കളറാണ്, കാട്ടിത്തരാം. അപ്പോൾ ഞാൻ സ്കൂളിൽ പോവാണ്. സ്കൂളിൽ വെച്ചിട്ട് ഇന്ന് നോക്കാം. സോ ഗൈസ്, ഞാൻ വീടിന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 1.5 കിലോമീറ്റർ ഉണ്ട് വീട്ടിൽ നിന്ന് ബസ് സ്റ്റാൻഡ് വരെ. ബസ്സിലാണ് പോകുന്നത്. ഇന്നലെ പോലെ എന്താ പറയുക, സ്കൂട്ടറിലൊന്നും പോകുന്നില്ല. പെട്ടെന്ന് പോലീസെല്ലാം പിടിച്ചാൽ ഞാൻ എന്തായാലും ഇന്ന് വണ്ടി പെട്ടെന്ന് എടുക്കുന്നില്ല. അത്ര ഇതിപ്പോൾ ബസ് സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. ഇവന്മാർക്ക് 10th ആയിരുന്നു. ഇന്നലെ സെൻഡ് ഓഫ് ആയിരുന്നു. എന്നാൽ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ബസ് ഇപ്പോൾ വരും തോന്നുന്നു. ഗൈസ് ഇപ്പോൾ ബസ്സിലാണ്. ഇവിടെ ഒരു പുതിയ ബ്രോനെ പരിചയപ്പെട്ടു. ഗൈസ് ഞാൻ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളിൽ ബസ്സിലേന്ന് പറഞ്ഞത് കണ്ടില്ലേ, ഒരു ബ്രോയും പരിചയപ്പെട്ടു. അവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നു. എന്താ പറയാം. പിന്നെ ഇവിടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഹലോ. അവിടെ കുറച്ച് ഗേൾസും ഉണ്ട്. പിന്നെ എൻ്റെ സ്കൂളിൽ കാട്ടില്ല. ഗൈസ് ഇപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ട്. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോവാണ്. അവിടെ കുറച്ച് ഫ്രണ്ട്സും കൂടി ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാം. ഗൈസ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് കൊടുവേരി ഗ്രാമം. അവിടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, സൂർദാസ്.
എന്തായി സുഖല്ലേ? ഇന്നലൊക്കെ കിട്ടി ബ്രോ, ഒരു വല്ലാത്ത സംഭവമായിരുന്നു. എവിടെ അവന്മാരൊക്കെ? ഗായ്സ് ഇപ്പോൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. അവിടെ ഉണ്ട്, ക്ലിയർ അടിക്കുന്നു തോന്നുന്നു. ആ ബഡി എന്തായി പരിപാടിയൊക്കെ? വരുന്നില്ലേ വിക്ക്? അവരൊന്നുമില്ല. ഹലോ എന്താ ബ്രോ ഇട്ടാ? അത് നമ്മ ചങ്കില്ലേ? എന്താ വല്ലതും പറ. ഹലോ ഗുഡ് മോർണിംഗ് ടീച്ചർ. സോ ഗായ്സ്, ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ പോകാൻ വന്നിരിക്കുന്നത്. എൻ്റെ ക്ലാസ്സാണിത്. തുറന്നിട്ടില്ല ഇവിടെ, തുറക്കില്ലേ? താക്കോലില്ല പറയുന്നു ഗായ്സ്. ഗൈസ് കണ്ടില്ലേ, അതാണ് എൻ്റെ ക്ലാസ്. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ട്. എൻ്റെ പേരാണ് അക്ഷയ് പ്രകാശ്. അവിടെ കുറച്ച് ഫ്രണ്ട്സ് വീഡിയോ എടുക്കാൻ താല്പര്യമില്ല പറയും. ഇത് ഞങ്ങളുടെ സ്കൂളിൻ്റെ ടീച്ചറാണ്. ഹലോ പറയും. കാണുമ്പോൾ കുട്ടീനെ പോലെ ഉണ്ടാവും, പക്ഷേ ടീച്ചറാണ്. താങ്ക് യു ടീച്ചർ. ഗൈസ് ഇപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഏകദേശം കണ്ടുണ്ട്, കുറച്ച് പേര് മാത്രമില്ല. ഹലോ ഗൈസ്. ഒരാളുടെ ഒരു എക്സ്പ്രഷൻ കാണില്ല. ഹലോ ബ്രോ, അബ്രാമാണിത്, ബെസ്റ്റ് ഫ്രണ്ടാണ് ബ്രോ. സെൻസി പറയൂ. ബ്രോ പറയൂ, ഇന്ന് നമ്മുടെ 15 കൊല്ലം സ്കൂൾ ലൈഫ് കഴിയല്ലേ? ബ്രോ ഇങ്ങനെ പറയൂ ബ്രോ. വല്ല what do you feel? ടീച്ചർ 2 കൊല്ലം ഞങ്ങൾ പഠിപ്പിച്ചില്ലേ, അപ്പോൾ ഞങ്ങൾ മിസ് ചെയ്യോ ഇങ്ങനെ പോകുമ്പോൾ? ഞങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായം പറയും. തീർച്ചയായിട്ടും മിസ് ചെയ്യും. കാരണം ഇത്രയും ഉറപ്പുള്ള പിള്ളേരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി ഭാവിയിൽ വരുമായിരിക്കും ഇതിനേക്കാൾ ഉറപ്പുള്ള പിള്ളേരെ. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഉറപ്പല്ലേ? ഓക്കെ, താങ്ക് യു. ഓക്കെ ഗൈസ്, ഹലോ ഗൈസ്, ഇതെൻ്റെ വേറെ ഫ്രണ്ടാണ് അഭിഷേക്. എല്ലാം പറയുന്നത് എന്താ ബ്രോ? ഞങ്ങളുടെ പേര് നൈബേഴ്സ്. ആ പിന്നെ Vivo X200. ഹലോ പറയൂ. ഗൈസ് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇപ്പം എന്താ പരിപാടിയെന്ന് അറിയില്ല. ഇവിടെ ഡി ജെ ഒക്കെ എന്തായി? സ്പീക്കറൊക്കെ ഇല്ലേ? അവിടെയാണ് സ്പീക്കറൊക്കെ ഉണ്ട്. കുറച്ച് പേര് വരാനുണ്ട്. സെൽഫി വേണം, ഫോട്ടോ വേണം. ആ പാട്ട്. ഹലോ. എനിക്ക് 6 മണിക്കാണ് അവർ ക്ലാസ് ബ്രോ. ഗായ്സ് ഇവിടെ എൻ്റെ ഫ്രണ്ട്സ് ഡാൻസ് കളിക്കാൻ പോവാണ്. ഗായ്സ് പൊളിക്കട. സബ്സ്ക്രൈബ് പ്ലീസ്. അലൻസിന് ഇന്നലെ പോലീസ് പിടിച്ചു ഗൈസ്. പറഞ്ഞു ഗൈസ്. പ്രോഗ്രാം 1 മണിക്ക് കഴിയില്ല.
ആ എടുക്കുമല്ലോ അല്ലേ? ഹലോ, എല്ലാവരും അവിടെ പോവാണ്. ഹായ് ഗൈസ്. ആദ്യ ക്ലാസ്സിലെ ക്ലാസ് അധ്യാപകരുണ്ട്, മറ്റ് സഹപ്രവർത്തകരൊക്കെ ഉണ്ട്. അവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യണം. പിന്നെ ഈ പരിപാടിയുടെ നന്ദി പറയുന്നത്, ആദ്യത്തെ സെക്ഷന്റെ നന്ദി പറയുന്നത് പരിപാടി തുറന്നു പോകണം. ഫ്രണ്ട്സൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മളെയും പിന്തുണച്ചും നമ്മളെയൊക്കെ അവസരങ്ങളായി നമുക്ക് തന്നിട്ടുണ്ടല്ലേ. അതുപോലെ തന്നെ ഇന്ന് ഞാൻ ബ്രോ പറ. Hi, Hello. today in my video I am going to do a dance in this DJ classroom. We are going to do dance. Yes, you have something to add. എങ്ങനെയുണ്ടായിരുന്നു ബ്രോ നിങ്ങൾ രണ്ടുപേരുടെയും 2 വർഷം? I had a good year for studying. I like studying. I made friends. My friend. We had good times. We had a beautiful time. I will remember this every day. I will make, This day beautiful. yes. Yep. I want to be making this day memorable. Memorable. Yes. പിന്നെ എന്തൊക്കെ പറയാണ്ട്? You have something to add. എല്ലാവർക്കും ഞാനാണ് ഗൈസ്, എന്താ അറിയില്ല. നമ്മൾ സുജീഷ് എന്തായാലും പവറാണ്. Yes. He's also powerful. There we can see auditorium. അവിടെ നമ്മുടെ ഓഡിറ്റോറിയം കാണാം. There we can see auditorium there. അവിടെ You can see some high school കുട്ടികൾ there. അവിടെ കുട്ടികളുണ്ട് ഗൈസ്. അവർക്ക് ക്ലാസ് ഉണ്ട് തോന്നുന്നു. Minors. മൈനസ് ക്ലാസ് ഉണ്ട് തോന്നുന്നു. എല്ലാവരും നമ്മളെ തന്നെ നോക്കുന്നു. എന്താ അറിയില്ല, ഇതെന്താണ് ഞാൻ തോന്നുന്നു ബോംബ് പോലെ കൊണ്ടുവന്നില്ലല്ലോ. You can see people there. അവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഗൈസ്. പിന്നെ ഇതൊരു വളരെ ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഡേ ആണ്. Yes. എന്തായാലും ഈ ദിവസം ഞങ്ങൾ മറക്കില്ല. I won't forgive. You won't forget. അത്ര പറയാനുള്ള ഗൈസ്. ആൻഡ് രാജ് ബ്രോ, I had around 15 years of school life. I really like school. School is a good place to make friends and family. ഫാമിലി അല്ലേ ഫ്രണ്ട്സ്? Okay, we do this. We study a lot. ആൻഡ് It give us good job. ഇതിലും Studying for job. He's a millionaire. ഫ്യൂച്ചർ മില്യനർ, ഫ്യൂച്ചർ ബില്യനർ.
എല്ലാം ഉണ്ട് ഗൈസ് ഇവിടെ. He's already millionaire. He does not need to study. Okay, so we are going. Bye. Some students are there, bro. ഇവിടെ കുറച്ച് കുട്ടികളുണ്ട്. എല്ലാം പറയണം. Cringy peoples. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം. ഈ 2 വർഷം ഇവരുടെ കുട്ടികളെന്ന് പറഞ്ഞ രീതിയിലുള്ള എന്താ പറയുക ബിഹേവിയർ, ബാക്കി കാര്യങ്ങളൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇന്നേ വരെ ഞാൻ സമ്മതിച്ചിട്ടില്ല. 2 ദിവസം ടൂറാണെങ്കിലും കുട്ടികൾക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും കുറേ എന്താ പറയുക റെസ്ട്രിക്ഷൻസ് എല്ലാം പറഞ്ഞ് കുറേ കണ്ടീഷൻസ് എല്ലാം പറഞ്ഞ് സമ്മതിപ്പിച്ചത് അല്ലെങ്കിൽ അവർ സമ്മതം നോക്കുന്നത് അവരുടെ ഇഷ്ടത്തിന് മാത്രമാണ്. അത് കുട്ടികൾ മനസ്സിലാവുന്നവരായിരിക്കാം. അതെപ്പോഴും അവരെ ചീത്ത പറഞ്ഞ് അല്ലേ അവരെയൊക്കെ ദേഷ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ടെങ്കിലും അത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടല്ല സെൻഡ് ഓഫ് പോലും ഇതിനെയൊക്കെ സമ്മതിച്ചു കൊടുത്തത് അവരുടെ ആ ഒരു ബിഹേവിയർ, നമ്മളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. ഇത്രയും കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ നമ്മുടെ അധ്യാപകരോട് വിദ്യാർത്ഥികൾക്കുള്ള ഒരു മനോഭാവത്തിൽ കുറേ മാറ്റമൊന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുട്ടികൾ അതെല്ലാം തിരിച്ചു തന്നു എന്നുള്ളൊരു വലിയ സന്തോഷം എനിക്കും എൻ്റെ അധ്യാപകർക്ക്. അതുകൊണ്ട് അവർക്കൊരു നല്ലൊരു അൺഫർഗറ്റബിൾ മൊമെന്റ് കൊടുക്കുന്ന ആഗ്രഹം കൊണ്ട് മാത്രം സംഭവിച്ചു. ഈ നിമിഷത്തിൽ അവസാനം കഴിയുന്നവരെ ടെൻഷനുണ്ട്, നന്നാവുന്ന ആഗ്രഹിക്കുന്നു. അതേപോലെ ഇതിൻ്റെ റിസൾട്ട് അടിപൊളിയായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും ഇതിനൊപ്പം ഉണ്ടെന്നാണ് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നത്. എനിക്കും മറക്കാൻ പറ്റാത്ത 2 കൊല്ലമായിരുന്നു. പിന്നെ ഞാൻ സാധാരണ അത്ര ഫ്രണ്ട്സൊന്നും ഉണ്ടായിരുന്നില്ല 10th വരെ. എൻ്റെ കൂടെ കുട്ടിയായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ കുറച്ച് മാറി പോലെ കുറേ ഫ്രണ്ട്സ് കിട്ടി. പിന്നെ ടൂറ് എൻ്റെ കയ്യിലോട്ടായിരുന്നു. എന്നാലും ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു. പിന്നെ എനിക്ക് നല്ല ഹാപ്പി ആയിരുന്നു, നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു 2 കൊല്ലം. പിന്നെ കുറേ കാര്യങ്ങൾ മാറി. പിന്നെ കുറേ സോഷ്യൽ ആൻസൈറ്റി ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് പിന്നെ ടീച്ചേഴ്സ്മാരോട് പണ്ടൊന്നും കിട്ടില്ല. ഇപ്പോൾ എല്ലാവർക്കും നല്ല ഫ്രണ്ട്ലി ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട്. ഞാൻ സമയം എന്നാ പറഞ്ഞതല്ലേ കുറേ ടീച്ചർമാരൊക്കെ സമ്മതിച്ച് മാത്രമേ കൂടുതൽ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. നന്നായി എന്തായാലും
ഇവിടുത്തെ നിങ്ങളുടെ എക്സ്പീരിയൻസും പിന്നെ 2 വാക്കുകൾ ഞങ്ങളെക്കുറിച്ച്. ഞാൻ ഇവിടെ വന്നിട്ട് 8 വർഷമായി. അപ്പോൾ അതിനേറെ ഇപ്പോഴത്തെ കുട്ടികൾ നല്ല കുട്ടികളും മിടുക്കന്മാരും മിടുക്കികളുമായിരുന്നു. എന്നെ പറഞ്ഞ ഭയങ്കര ആ കുട്ടികൾക്ക് നല്ലൊരു സ്നേഹവും ആത്മാർത്ഥതയുമായിട്ടാണ് ഇതുവരെ ഉണ്ടായത്. ഇനിയും ഇതുപോലെ തുടങ്ങണമെന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. മക്കൾ പോയി നന്നായി പഠിച്ച് ജോലി വാങ്ങി മിടുക്കികളുമായിട്ട് എത്തണം. ഹായ് ടീച്ചർ, ഈ 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത്? 2Fലെ കുട്ടികൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ബാച്ചായിരുന്നു. നല്ല സ്നേഹമുള്ള കുട്ടികളാണ്. ക്ലാസ്സിൽ എന്തായാലും ബഹളം തന്നെയായിരിക്കും. പക്ഷേ ഫസ്റ്റ് ഇയറൊന്നും എനിക്കൊരു പ്രോബ്ലം തോന്നിയിട്ടില്ല. നന്നായിട്ട് എനിക്ക് ക്ലാസ് എടുക്കാനും എൻ്റെ ക്ലാസ്സിൽ മിണ്ടാതൊക്കെ ഇരിക്കുമായിരുന്നു. സെക്കൻഡ് ഇയർ പകുതിയായപ്പോൾ സ്നേഹം കൂടുതലാകൊണ്ടാണ് തോന്നുന്നു അവർ കുറച്ചും കൂടെ സ്വാതന്ത്ര്യം എടുത്തിട്ട് കുറച്ചൊക്കെ ക്ലാസ്സിൽ പ്രശ്നമുണ്ട്. എന്നാലും നല്ല സ്നേഹമുള്ള കുട്ടികളായിരുന്നു. എനിക്ക് വളരെ മിസ് ചെയ്യും ഇവർ പോകുമ്പോഴത്തേക്കും. എപ്പോഴും സ്റ്റാഫ് റൂമിലേക്ക് വരികയും പുറത്തോട്ട് ഓടി വരികയും എത്ര വഴക്ക് പറഞ്ഞാലും അവർക്കതൊന്നും മീൻസ് അവരങ്ങനെ മനസ്സിൽ കൊണ്ടൊന്നും നടക്കില്ല. അവർക്കറിയാം നമ്മൾ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത്. എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരതൊന്നും മനസ്സിൽ വെക്കാണ്ട് എപ്പോൾ കണ്ടാലും ഓടി വരും. ടീച്ചർ പറഞ്ഞ ഓടി വരും. എനിക്ക് എൻ്റെ ഇപ്പോൾ ഇത്രയും നല്ലത് അധ്യാപന ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട ബാച്ചുകളിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു ബാച്ച് തന്നെയായിരിക്കും എനിക്ക് ഉറപ്പുണ്ട്. എല്ലാവരും അവർക്ക് നല്ല നിലയിലെത്തട്ടെ എന്ന് ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ടീച്ചർ. ഞാൻ ശരിക്കും 16 പേര് പഠിച്ച ഒരു 10ാം ക്ലാസ് ബാച്ചിൽ വന്ന കുട്ടിയാണ്. എനിക്ക് ഗവൺമെൻറ് സ്കൂൾ ആദ്യമായിട്ടാണ്. അതൊരു 65 പേര് ഒരു ക്ലാസ്സിൽ കാരണം എല്ലാം പുതിയതായിരുന്നു. ഇവിടെ വന്നപ്പോൾ നല്ല ടെൻഷനായിരുന്നു. കാരണം ഞാൻ അങ്ങനെ പുറത്ത് പോയിട്ടില്ല. അങ്ങനെ പുറത്ത് ഞാൻ പരിചയമില്ല, ഒന്നുമില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ എല്ലാം പുതിയ ആൾക്കാർ. അപ്പോൾ എന്ത് ചെയ്യും എന്നാലോചിച്ച് എനിക്ക് നല്ല ടെൻഷനായിരുന്നു. ഇവിടെ വന്ന് എനിക്ക് ഞാൻ ഇവിടെ വായിച്ച് അഡ്ജസ്റ്റ് ആവാൻ നല്ല ടൈം എടുത്തു. നല്ല സങ്കടം വരും, ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ട പോലെ. കാരണം എൻ്റെ ക്ലാസ്സിൽ ഞാൻ മാത്രമേ പെൺകുട്ടികൾ ഇവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് നല്ല സങ്കടമായിരുന്നു. പിന്നെ ഇങ്ങനെ മെല്ലെ അപ്പോഴേക്ക് ഞാൻ വന്ന് കുറച്ചാകുമ്പോഴേക്കും എനിക്ക് അസുഖമൊക്കെ വന്ന് ഞാൻ ലീവ് എടുക്കാൻ തുടങ്ങി. വന്നപ്പോൾ എനിക്ക് ആതിര വി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പോൾ അവളെ കിട്ടി. ബില്ല് കാരണമാണ് എനിക്കിപ്പോൾ ഇവിടെ എല്ലാവരും എന്നെ അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ബില്ലാണ്. അങ്ങനെ പിന്നെ 2Fൻ്റെ ലീഡർ എപ്പോഴും മണ്ടായ പരിപാടിയാണ്. പക്ഷേ കുഴപ്പമില്ല, എല്ലാവരും നല്ല സപ്പോർട്ടായിട്ട് സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ വന്ന് കുറേ നല്ല കാര്യങ്ങൾ എനിക്കുണ്ടായിരുന്നു. നല്ല കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ട് എനിക്ക് ഒരു കസിനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ടാണ് ഞാൻ അറിയുന്നത് എൻ്റെ കസിനാണ്. സൂപ്പർ. ഞങ്ങൾ ബ്ലഡാണ്. അങ്ങനെ ഓരോരുത്തർ അലൻസിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ എല്ലാം ചെയ്യാം. നമ്മളെ എനിക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു 2 കൊല്ലം. കുറേ ഫ്രണ്ട്സ് കിട്ടി. പിന്നെ എൻ്റെ വീട്ടിൽ ഇവിടെ ഒന്നും കൂടുതൽ ഫ്രണ്ട്സൊന്നും ഇല്ല. ഏതെങ്കിലും കല്യാണത്തിൽ പോകണമെങ്കിലും ഞാൻ ഇങ്ങനെയൊന്നും പോകില്ല. ഭയങ്കര ഒരു ഇൻട്രോവേർട്ട് പേഴ്സണായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ കുറച്ച് ഫ്രണ്ട്സ് കിട്ടി. പിന്നെ നല്ല ഹാപ്പി ആയിരുന്നു. നല്ലൊരു ടൂർ എക്സ്പീരിയൻസും പിന്നെ ഇപ്പോൾ സെൻഡ് ഓഫ് ആണ്. അപ്പോൾ എനിക്ക് നല്ല ഹാപ്പിയാണ്. സ്കൂളിൽ വന്നിട്ടാണ്. അപ്പോൾ അലൻഷ അഡ്മിഷൻ അപ്പോൾ എല്ലാവരും അച്ഛനെല്ലാം അമ്മയായിരുന്നു, ബ്രദറായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഹായ് കാണിച്ചു അലൻഷ വിത്ത് ക്ലാസ് നല്ലൊരു സാറിനെ പോലത്തെ. അപ്പോൾ ഞാൻ മേ ബി സ്കൂളിലത്തെ സാറായിരിക്കും, കുറച്ച് റെസ്പെക്ട് ഇട്ടേക്കാന്ന് വേണ്ടി അവിടെ കണ്ടിട്ട് ഇതൊരു തലയാട്ടിയിട്ടായിരുന്നു. അപ്പോൾ എങ്ങാലും എനിക്ക് എന്നെ സാറായിട്ട് കിട്ടിയിട്ട് എനിക്ക് എന്നെ സാറെ കിട്ടും എന്നെ പണിതാണ്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് അതുകൊണ്ടായിരുന്നു എൻ്റെ ഫേസുകൾക്ക് ഓർമ്മ. ഞാൻ നിന്നെ കണ്ടൊന്ന് ഒരു ഗുഡ് മോർണിംഗ് ഇട്ടായിരുന്നു. നട്ടുച്ചയ്ക്ക് ഗുഡ് മോർണിംഗ് ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ക്ലാസ്സിൽ വന്നപ്പോൾ അയ്യോ ഇതുപോലത്തെ ഒരു സാറ്. പിന്നെ എനിക്ക് പറയുകയാണെങ്കിൽ ഇവരായിട്ട് ബന്ധം കുറച്ച് നാളല്ല, കുറേ ആയി. ഞങ്ങൾ ഏകദേശം ഒരു 8 തൊട്ടിട്ടാണ് തോന്നുന്നത്. NCC ഞങ്ങൾ നിന്നപ്പോൾ തുടങ്ങിയിട്ടാണ്. അപ്പം ഞങ്ങൾ കൂടി ഇല്ല ഞങ്ങൾ. പക്ഷേ ഫസ്റ്റൊക്കെ ഞാൻ ഭയങ്കര ചൂടാണ്, ഞാൻ ഭയങ്കര മോശമാണ്, അങ്ങനെയൊക്കെ ഒരു ഇത്തിരി ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഭയങ്കര സൈലൻ്റ് ആണ് എന്നൊക്കെ. പിന്നെ ഒരു ഹിന്ദി ക്ലാസ്സിൽ അവർക്ക് എല്ലാം അങ്ങോട്ട് പോയി. എല്ലാം പോയി. എനിക്ക് തോന്നുന്ന സമയത്ത് ഞങ്ങൾ ഫസ്റ്റ് യൂട്യൂബിൽ ഞങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിലാകെ ഇവനൊരു ബോയ് മാത്രമേ ഉള്ളൂ, ബാക്കി 3 ഗേൾസ് ആയിരുന്നു. ഇപ്പോഴും ഉണ്ട് ആ ഒരു ഫോട്ടോ എൻ്റെ കയ്യിൽ. അത് വെച്ചാൽ അത്രയ്ക്ക് ബോണ്ടാണ്. സത്യം പറഞ്ഞു വെച്ചാൽ അപ്പം തോന്നിയില്ല എത്ര വരും നമ്മൾ ബന്ധു. പക്ഷേ എന്താ പറയുക,
താങ്ക് യു. ഞങ്ങളും എല്ലാവരും ഉണ്ട്. ലൈക്ക് ഞാൻ ഇവന് എപ്പോഴും സ്റ്റാർട്ടിങ് വിത്ത് ബ്രോ ആയിരുന്നു. ഫസ്റ്റ് ലൈക്ക് ആ ഒരു വൈബ് ഉണ്ടായിരുന്നു. ബ്രോ അല്ലെങ്കിൽ ഡ്യൂഡ് ബ്രോ, അതുകൊണ്ടാണ് ഇവൻ ഹലോ ഞാൻ ഇതുവരെ അയച്ചിട്ടില്ല. ബ്രോ അല്ലെങ്കിൽ ബ്രോ ഹായ് സബ്സ്ക്രൈബ് അയച്ചിട്ടുണ്ട്. ഹലോ, താങ്കളുടെ പേര് പറയൂ. അശോക്. ഇയർലി വൺ ടൈം. മൈ നെയിം ഈസ് ഇയർലി വൺ ടൈം, ഓൺലി വൺ ടൈം. തള്ളി വെക്കാനുണ്ട്. എന്താ പരിപാടി ഇപ്പോൾ? ബിരിയാണി വരും. ഹലോ ഗൈസ്, വീഡിയോ കഴിഞ്ഞു. വെൽക്കം ബാക്ക് ടു നമ്മളൊപ്പം പഠിക്കും. വീഡിയോ കുറച്ച് ലെങ്ത് ആയി തോന്നാം, ബട്ട് വീഡിയോ നേരത്തെ ദിവസം ലൈഫിൽ വളരെ എന്താ പറയുക പ്രത്യേക തരമായ ദിവസമായിരുന്നു. വീഡിയോ കഴിഞ്ഞു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും.